നാളെ സൂര്യൻ ഉദിക്കുമെന്നത് സത്യമാണെങ്കിൽ യേശു മടങ്ങി വരും. സത്യം. ഇന്ത്യൻ പാർലമെന്റ് കൂടി നാളെ സൂര്യൻ ഉദിക്കരുതെന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കും. അമേരിക്കൻ സെനറ്റ് കൂടി സൂര്യൻ നാളെ ഉദിക്കരുതെന്ന് പറഞ്ഞാലും നാളെ ഉദിക്കും. ലോകത്തിലെ സകല ശക്തിയും ചേർന്ന് സൂര്യാദി ഉദിക്കരുതെന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുമെങ്കിൽ സകല പൈശാചി ശക്തിയും യേശു മടങ്ങി വരത്തില്ലെന്ന് പറഞ്ഞാലും ഇന്ന് രാത്രി ഞങ്ങൾ പ്രഖ്യാപനം ചെയ്തു, ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരും. സൂര്യൻ ഉദിക്കും. സത്യമെങ്കിൽ യേശു വരും. സത്യം. പ്രഭാതവേള ഉണർവിന്റെ സമയം. ഇവിടെ എല്ലാം ഉച്ചപ്പം എല്ലാം കിളികളുണ്ട്, അനങ്ങാതിരിക്കേപ്പോ. നേരം അങ്ങോട്ട് വെളുത്ത് കതിരോട് വരുമ്പോൾ വെളിച്ചം കാണുമ്പോൾ ഇവെല്ലാം ചിലയ്ക്കാൻ തുടങ്ങും. അതിന്റെ അർത്ഥം സൂര്യൻ ഉദിക്കാൻ പോവാ. സത്യത്തിൽ ഇപ്പൊ സകല പക്ഷിയും ചില ആരംഭിച്ചേക്കുക. അതിന്റെ അർത്ഥം നീതി സൂര്യൻ വരാതാ. ഉണർവിന്റെ വേള, നിദ്രയിൽ ഉണരുന്ന വേള, പ്രഭാതം. ചൂട് കഴിഞ്ഞ് നമ്മൾ ഉറങ്ങും, അടുത്ത പ്രഭാതത്തിൽ എഴുന്നേക്കും. എന്താണെന്നറിയാമോ? ഒരു ഭക്തനെ സംബന്ധിച്ച് മരണം ഉറക്കവാ. നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്ന ചില നിത്യജാവന ജീവനായി, ചില നിത്യത്തേക്കായും ഉണരും. മരണത്തിന് ബൈബിൾ കൊടുത്ത പേര് നിദ്ര, ഉറക്കം എന്ന് പറഞ്ഞാൽ ഉണരും. ഉറങ്ങുന്നവൻ ഉണരും. നമ്മുടെ പ്രത്യാശ ഉറങ്ങാൻ പോവാന്ന കയമെട്രി എന്ന പദത്തിലാണ് സെമിട്രി എന്ന പദം ഉണ്ടായത് കേട്ടോ. ഉറക്കമാ. എന്റെ സ്നേഹിതനായ ആസർ പറയുന്നേ, നിന്നെ പേടിക്കുന്നേ, നിദ്ര കൊള്ളുന്നു, ഞാനവനെ ഓർത്തു. ഉണരും. ഉറങ്ങുന്നവർ ഉണരും. നീതി സൂര്യൻ വരുമ്പോ, കർത്താവിന്റെ കാഹളം ധനിക്കുമ്പോ. അതാ എങ്ങനെ ഉണരുന്നു? ഏതായത് 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഒരു ദിവസം പോലെയും ഇന്നലെ കഴിഞ്ഞു പോയ ഒരു രാമം പോലെ ഒരു രാത്രി എന്ന് പറയാൻ മനസ്സിലാക്കി തരട്ടെ. 25 വർഷം മുമ്പ് നീ യാത്രയാക്കിയതിന് പപ്പ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിന്നവനാണെങ്കിൽ നിന്റെ മമ്മി, നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ് 30 40 വർഷമോ കഴിഞ്ഞ് കാകളം ധ്വനിക്കുമ്പോൾ എഴുന്നേറ്റ് വരുന്നത് 50 വർഷത്തെ ക്ഷീണത്തോടല്ല, ഇന്നലെ ഉറങ്ങാൻ പോയിട്ട് എഴുന്നേറ്റ് വരുന്ന പറ്റേ. ഓ, കൈകുപ്പി അത്യാവശ്യ സ്വതന്ത്രം ഉണ്ടോ? പ്രത്യാശ. ഈ നശിച്ച ലോകത്തിൽ എപ്പോഴും ഇവിടുന്ന് പോണം, പോയേ ഒക്കൂ. പക്ഷെ പ്രത്യാശയുണ്ടോ? ഉണരും. ഉണരും. സന്ധ്യകൾ കരച്ചിൽ, ആനന്ദവർഷം വരുന്നു. നിങ്ങൾ പുറപ്പെട്ട് തുള്ളിച്ചാടും. ഇനിയും ദുഃഖമില്ല, മരണമില്ല. നിന്റെ ദുഃഖകാലം നീങ്ങിപ്പോകും. പ്രൈസ് ലോർഡ്. പുതിയ ആരംഭം. വെളിപ്പാട് 21 ഞാൻ പുതിയ ആകാശവും പഴയത് കഴിഞ്ഞുപോയി, പുതിയ ദിവസത്തിന്റെ ആരംഭമാണ്. പുതിയ ദിനം. അങ്ങനെ ഒരു ദിവസം വരും. നമ്മുടെ കർത്താവ് വാഴും, നമ്മളോടൊപ്പം വാഴും.